ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ ദുരിതത്തിലാക്കുകയാണ്. ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനും സാധാരണ ജനജീവിതം ദുസ്സഹമാക്കാനുമുള്ള കാരണം എന്തായിരിക്കും? ഇറാന്റെ പക്കലുള്ള എണ്ണയാണ്. പ്രകൃതിവാതക ശേഖരമാണ് ഇതിന് പിന്നിൽ എന്നാണ് പൊതുവിലുള്ള ധാരണ. ഇറാന്റെ എണ്ണ സമ്പത്ത് കൂടി അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നതോടെ ലോകത്തെ മൊത്തം എണ്ണ വിപണിയുടെ ഏതാണ്ട് 40% അവരുടെ പക്കലാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് സത്യമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ അമ്മു. ഈ യുദ്ധത്തിലെ ഏറ്റവും മൂല്യമുള്ള വസ്തു എണ്ണയല്ല, അത് കുടിവെള്ളമാണ് എന്നതാണ് ശരി. അതെ, ഇനിയൊരു ലോക മഹായുദ്ധമുണ്ടായാൽ അത് ശുദ്ധജലത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു കേട്ടത് ഓർമ്മയില്ലേ? അത് അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കുകയാണ് ഇറാൻ യുദ്ധം. അമേരിക്കൻ ചാര സംഘടനയായ CIA പോലും എണ്ണയ്ക്ക് മുകളിലാണ് വെള്ളത്തിനെ കാണുന്നത്. അന്താരാഷ്ട്ര നിരീക്ഷകരും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗൾഫ് മേഖല സമ്പന്നമായത് എണ്ണ കൊണ്ടാണ്. വർഷങ്ങളോളം ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്ന എണ്ണ ശേഖരം ഇനിയും അവിടെയുണ്ട്. എന്നാൽ ഇത്രയും സമ്പന്നമാണെങ്കിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ അവർ വളരെ പിന്നോക്കമാണ്. കടൽ ജലം ശുദ്ധീകരിച്ചാണ് അവർ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത്. എണ്ണ വിറ്റ് കിട്ടിയ കോടികളാണ് അവർ ഇതിനായി ഉപയോഗിച്ചത്. വൻ ശുദ്ധജല പ്ലാന്റുകളാണ് ഗൾഫ് മേഖലയിലെ ഓരോ രാജ്യത്തുമുള്ളത്. രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ പൈപ്പ് ലൈനുകളും ഇവിടങ്ങളിലുണ്ട്. യുദ്ധത്തിൽ ഇറാൻ ഇത്തരം പൈപ്പ് ലൈനുകൾ ലക്ഷ്യം വെക്കുമോ എന്ന കടുത്ത ആശങ്ക ഇപ്പോൾ രാജ്യങ്ങൾക്കുമുണ്ട്. പൈപ്പ് ലൈനുകളെ ലക്ഷ്യം വെച്ചില്ല എങ്കിലും ദിശ തെറ്റിയുള്ള ഡ്രോണുകൾ പോലും പ്രശ്നമായേക്കാമെന്നും ഇവർ ഭയപ്പെടുന്നുമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുകയാണെങ്കിലും ഇറാന്റെ സ്ഥിതി അതല്ല. അക്കാര്യത്തിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെക്കാൾ വളരെ മുന്നിലാണ്. വളരെ വിപുലമായ നദീശൃംഖല തന്നെ ആ രാജ്യത്തുണ്ട്. പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ഉൾനാടൻ നദീതടങ്ങളിലേക്ക് ഒഴുകുന്നവയാണ് അവയിൽ ഭൂരിഭാഗവും. താരതമ്യേന കുറഞ്ഞ നീളവും ആഴം കുറഞ്ഞതുമാണ് നദികളിലേറെ. ഇറാനിലെ പ്രധാന നദികളിൽ 5 പേർഷ്യൻ ഗൾഫിലേക്ക് ഒഴുകുന്നു. ഡെസ്, ഖാർഗെ, കരുൺ, ദിയാല, ലോവസാബ് നദികൾ എന്നിവയാണവ. അറാസ്, സെഫിദ്രൂഡ്, അട്രക് എന്നിവ കാസ്പിയൻ കടലിലേക്ക് ഒഴുകുന്നു. സയാൻ, ഡെറൂഡ്, അജീചായ് എന്നീ 2 നദികൾ ഉൾനാടൻ നദീതടങ്ങളിലേക്കാണ് ഒഴുകുന്നത്. കാലത്തിനനുസരിച്ച് ഇവയിലെ ജലപ്രവാഹം കൂടിയും കുറഞ്ഞുമിരിക്കും. തങ്ങളുടെ പ്രദേശത്തുള്ള നദികളിൽ അണക്കെട്ടുകൾ പണിത് ജലസമ്പത്ത് രാജ്യത്തിന് അനുയോജ്യമായ രീതിയിൽ വിനിയോഗിക്കാൻ ഇറാൻ പണ്ടുമുതലേ ശ്രമിച്ചിരുന്നു. അണക്കെട്ടുകൾക്കായി വൻതോതിലാണ് നിക്ഷേപം നടത്തുന്നത്. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ മുന്നിൽ കണ്ടായിരുന്നു ഈ നീക്കവും. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ സർക്കാർ ഇറാനിൽ അധികാരത്തിൽ വന്നാൽ എണ്ണയ്ക്കൊപ്പം അണക്കെട്ടുകളുടെയും അവയിലെ ജലത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലെത്തും. ഗൾഫ് രാജ്യങ്ങൾക്കുൾപ്പെടെ ഈ വെള്ളം വിൽക്കാനും അങ്ങനെ എണ്ണ ഉൽപാദനത്തിലും വിതരണത്തിലും ഉൾപ്പെടെ അവരെ കൂടുതൽ ചൊൽപ്പടിക്ക് നിർത്താനും അമേരിക്കയ്ക്ക് സാധിക്കുമെന്നതാണ് പ്രധാന കാര്യം. ഇതാണ് ട്രംപ് സ്വപ്നം കാണുന്നത് എന്നാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ തങ്ങൾ മാത്രമാണ് ലോകത്തെ വലിയ ശക്തിയെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ലോകത്ത് എന്ത് നടക്കണമെന്ന് തങ്ങൾ മാത്രം തീരുമാനിക്കുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നാണ് ട്രംപിന്റെ സ്വപ്നവും. ഈ സ്വപ്നത്തിൽ ഒരു തടസ്സമായി ഉയർന്നു വരുന്ന ചൈന, റഷ്യ, അച്ചുതണ്ടിനെ തകർക്കുക എന്ന ലക്ഷ്യവും അവർക്കുണ്ട്. ഇറാൻ കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബ ആക്രമിക്കുകയാണെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതും ഇത് തന്നെയാണ്. സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുന്ന ഇന്ത്യ തങ്ങളുടെ ആജ്ഞാനുവർത്തികളായി നിൽക്കില്ല എന്ന് വ്യക്തമായതോടെ തീരുവയിലൂടെയും ഉപരോധത്തിലൂടെയും പേടിപ്പിക്കാൻ ശ്രമിച്ചതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, പശ്ചിമേഷ്യ സംഘർഷഭൂമിയാക്കി ഇന്ത്യയുടെയും ചൈനയുടെയും വളർച്ച തടയാനാണ് അമേരിക്കയുടെ ശ്രമമെന്ന് ഇറാൻ പറഞ്ഞതും വാർത്തയായിരുന്നു. ഇന്ത്യയും ചൈനയും ആഗോള ശക്തിയായി വളരുന്നത് തടയുക എന്നതാണ് ഇറാനിലെ സംഘർഷത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്നാണ് ഇന്ത്യയിലെ ഇറാന്റെ ഔദ്യോഗിക പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പറഞ്ഞത്. ANAക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും ചൈനയും തങ്ങൾക്ക് തുല്യശക്തികളായി വളരുന്നത് US-ന് താല്പര്യമുള്ള കാര്യമല്ല. എന്നാൽ ഭാവിയിൽ ഇന്ത്യ, ചൈന, റഷ്യ, അമേരിക്ക എന്നീ രാജ്യങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രങ്ങൾ. പക്ഷേ US-ന് അങ്ങനെ ഒരു പങ്കാളികളെ ആവശ്യമില്ല എന്നും ഹക്കീം ഇലാഹി പറഞ്ഞിരുന്നു. കാര്യങ്ങൾ വ്യക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നിരവധി ലക്ഷ്യങ്ങളുണ്ട് പശ്ചിമേഷ്യയിൽ. സ്വർണത്തെക്കാൾ മൂല്യമാണ് ബ്ലൂ ഗോൾഡ് എന്ന ശുദ്ധജലത്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ട്രംപിന്റെ കഴുകൻ കണ്ണുകൾ അതിൽ ഉടക്കി എന്ന റിപ്പോർട്ടുകൾ നമുക്ക് നിസ്സാരമാക്കാൻ സാധിക്കില്ല.